പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ ദൈവം നമുക്ക് ഭാഗ്യവും ആയുസ്സും അവസരവും അനുഗ്രഹവും തരുന്നതിന് നല്ല ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥവും പ്രാർത്ഥനയും യാചിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ്. ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിച്ചതേ ഉള്ളൂ. വളരെ ഗൗരവമുള്ള ഒരു സുവിശേഷമായതുകൊണ്ടാണ് നമ്മൾ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. 3-ാം വാക്യം, അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ യൂദയ ഗലീലി പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും അവിടേക്ക് ഈശോ യാത്ര ചെയ്തതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ യൂദയായിൽ നിന്ന് ഒരു യഹൂദൻ ഗലീലയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് പോകാൻ എളുപ്പമുള്ള വഴി സമറിയായിലൂടെയുള്ള വഴിയാണ്. എന്നാൽ ഒരു അന്തസ്സുള്ള സാധാരണ യഹൂദൻ ഒരിക്കലും സമറിയായിലൂടെയുള്ള വഴി തിരഞ്ഞെടുത്തിരുന്നില്ല. അതിന് ചില ചരിത്രപരവും സാമൂഹികവുമായ, ജാതീയമായ, വംശീയമായ, മതപരമായ കാരണങ്ങളുണ്ടായിരുന്നു. സമറിയായിലൂടെ പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മറ്റൊരു വഴിയാണ് അവർ തിരഞ്ഞെടുത്തിരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. 4-ാമത്തെ വാക്യം 4:4, യേശുവിന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. കടന്നു പോകേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ കടന്നു പോകേണ്ടിയിരുന്നില്ല. ഞാൻ അത് വിശദീകരിക്കാം. ഇനി തൊട്ട് മുമ്പത്തെ ഒരു വാക്യത്തിൽ വിട്ടുപോയ ഒരു വാക്കുണ്ട്. അത് ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും വായിച്ചിട്ടുള്ള എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരിസയർ കേട്ടതായി യേശു അറിഞ്ഞു എന്നല്ല യോഹന്നാൻ എഴുതുന്നത്, കർത്താവ് അറിഞ്ഞു എന്നാണ്. അതായത് ഈ 4-ാം അധ്യായം എത്തുമ്പോഴേക്കും യോഹന്നാൻ യേശുവിനെ വിളിക്കുന്നത് കർത്താവ് എന്നാണ്. നിങ്ങളൊരു വായനക്കാരനായി നിങ്ങളെ സങ്കല്പിക്കുകയും ഇത് വായിച്ചു പോകുന്നൊരു വായനക്കാരനായി നിങ്ങളെ കാണുകയും ചെയ്താൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സംശയം വരും. യോഹന്നാൻ വേഗം യേശുവിൽ നിന്ന് കർത്താവിലേക്ക് ചാടിയിരിക്കുകയാണ്. എന്ത് കോൺഫിഡൻസിലാണ് ഈ കർത്താവെന്ന് യേശുവിനെ ഈ 4-ാം അധ്യായം എത്തുമ്പോൾ യോഹന്നാൻ വിളിക്കുന്നത്? തീർച്ചയായിട്ടും യേശു കർത്താവാണെന്ന് യോഹന്നാൻ അറിയാം. പക്ഷേ ഒരു വായനക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു സത്യം ഇങ്ങനെ അവതരിപ്പിച്ച് വരികയാണ്. അത് അവതരിപ്പിച്ചത് എങ്ങനെയാണ്? നമ്മളതിൻ്റെ ഒരു വഴി, അതിൻ്റെ നാൾ വഴി ഒന്ന് പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് യേശു എന്ന ഈ ദൈവപുത്രനെ യോഹന്നാൻ അവതരിപ്പിച്ചത്? എങ്ങനെയായിരുന്നു? യേശു എന്ന് പറഞ്ഞല്ല അവതരിപ്പിച്ചത്, മറിച്ച് യോഹന്നാൻ പറഞ്ഞത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ നമുക്ക് യേശുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തിയത് യേശുവായിട്ടല്ല, വചനമായിട്ടാണ്. തൃത്വത്തിലെ 2-ാമത്തെ വ്യക്തിയായ പുത്രൻ തമ്പുരാൻ, എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയുടെ ആദി കാരണമായ പുത്രൻ തമ്പുരാൻ. ഇനി താഴോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വായിച്ച് മുന്നോട്ട് വന്നപ്പോൾ 14 എത്തുമ്പോഴേക്കും 14, 15, 16 എത്തുന്ന സമയത്ത് യോഹന്നാൻ നമ്മളോട് പറഞ്ഞു, ഈ വചനം, ഈ ലോഗോസ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ലോഗോസ് എന്ത് ചെയ്തു? മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം മാംസമായി, മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു. അപ്പോഴും യേശു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയും കുറച്ച് താഴോട്ട് വരുമ്പോൾ ഒരു 18 എത്തുമ്പോഴാണ് തോന്നുന്നു യോഹന്നാൻ പറയുന്നുണ്ട്, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി.
അവിടെ എത്തുമ്പോഴാണ് യോഹന്നാൻ യഥാർത്ഥത്തിൽ യേശു എന്ന വാക്ക് പറയുന്നത്. 17 യേശു ക്രിസ്തു വഴിയുണ്ട്. അപ്പോൾ 17ാമത്തെ വാക്യത്തിലെത്തുമ്പോഴാണ് യേശു എന്ന പേര് ഉപയോഗിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ അധ്യായത്തിൽ തന്നെ, അതായത് 1-ാം അധ്യായത്തിൽ തന്നെ 19 മുതൽ ആ അധ്യായം അവസാനിക്കുന്നത് വരെ ഏതാണ്ട് 7 ടൈറ്റിലുകൾ യേശുവിനായി യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ട്. 7 ടൈറ്റിലുകൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ദീർഘമായിട്ട് കണ്ടതാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെയെല്ലാം പറഞ്ഞ് മിശിഹായെ, ക്രിസ്തുവിനെ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ, അതുപോലെ എന്നെക്കാൾ വലിയവനെ, പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തുന്നവനെ, മനുഷ്യപുത്രനെ, റബ്ബിയെ, ഇസ്രായേലിൻ്റെ രാജാവ്, മോശയുടെ ഗ്രന്ഥത്തിലും പ്രവാചകനത്തിലും എഴുതപ്പെട്ടിരിക്കുന്നവൻ, ഇങ്ങനെ എല്ലാമുള്ള അവദാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ യോഹന്നാൻ വേഗം ഒരു ലീപ്പ്, പെട്ടെന്നൊരു ചാട്ടം, കർത്താവ്, ലോർഡ്. തോമാസ് ശ്ലീഹ പറഞ്ഞ പോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. എൻ്റെ സംശയം, നിങ്ങളുടെയും സംശയമാവണം അത്. എൻ്റെ സംശയം, എന്ത് കോൺഫിഡൻസാണ്! ഞങ്ങളിങ്ങനെ വായിച്ച് വരുന്നേ ഉള്ളൂ യേശുവിനെക്കുറിച്ച്, ഞങ്ങൾ യേശുവിനെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. എന്ത് കോൺഫിഡൻസാണ് ഈ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. യോഹന്നാനേ, നിനക്ക് എന്ത് കോൺഫിഡൻസാണ്! എന്ത് കോൺഫിഡൻസാണ് ഉള്ളത്! നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് യോഹന്നാന് മാത്രമല്ല സകല അപ്പസ്തോലന്മാർക്കും ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസാണ്. അവർക്കറിയാമായിരുന്നു യേശുവിനെക്കുറിച്ച് നമ്മളിങ്ങനെ 1-2 കാര്യങ്ങൾ, 1 അധ്യായം, 2 അധ്യായം, 3 അധ്യായമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് കേൾക്കുന്നവർ യേശു എന്ന ആ സത്യത്തിൽ ആകൃഷ്ടരാവുകയും യേശുവിനാൽ കീഴടക്കപ്പെടുകയും ചെയ്യുമെന്ന് അപ്പസ്തോലന്മാർക്കും അപ്പസ്തോലിക സഭയ്ക്കും ഭയങ്കരമായ ഉത്തമമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. ഭയങ്കര കോൺഫിഡൻസാണ് അവർക്ക്. ഉദാത്തമായ ഉത്കൃഷ്ടമായ ഈ സത്യം ലോകത്തോട് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് ലോകം അതിനാൽ കീഴടക്കപ്പെടും, അതിനാൽ പിടിച്ചെടുക്കപ്പെടും എന്ന വലിയ ഒരു ബോധ്യം അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്നു. അതാണ് ആ കോൺഫിഡൻസാണ് ഈ കർത്താവ്, ലോർഡ്. ഞാൻ നിങ്ങളോട് ഈ ബൈബിളിൻ്റെ തർജ്ജമയുടെ വഴികളിൽ സംഭവിച്ച മനോഹരമായ ഒരു എപ്പിസോഡ് പറയാം. അതായത് ഈ മലയാളത്തിൽ നമുക്കറിയാം പല മലയാള വിവർത്തനങ്ങൾ ബൈബിളിനുണ്ടായി. ഇതിൻ്റെ ആദ്യകാല വിവർത്തനങ്ങളിൽ ഒരു വിവർത്തനമാണ് ബെഞ്ചമിൻ ബെയ്ലി നടത്തിയ CMS മിഷണറിമാർ നടത്തിയ ബൈബിൾ തർജ്ജമ. അതിന് മുമ്പ് ബൈബിൾ തർജ്ജമ, പുതിയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് CMS മിഷണറിമാർ ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് 1817 ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ ഈ മലയാള ബൈബിൾ തർജ്ജമയ്ക്ക് ഒരുമ്പെട്ട സമയത്ത് അവർ ഇത് തർജ്ജമ ചെയ്യാൻ തങ്ങളെ സഹായിക്കാനുള്ള വ്യക്തികളെ അന്വേഷിച്ചു. അവർക്ക് വേണ്ടിയിരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും സംസ്കൃതത്തിലും അഗാധമായ പാണ്ഡിത്യമുള്ള ചില ആളുകളെ ആയിരുന്നു അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒറ്റപ്പാലം ചുങ്കത്ത് ചാത്തുമേനോൻ എന്ന അന്നത്തെ ചെങ്ങന്നൂർ തഹസീൽദാറായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് കേൾക്കുകയും, ഈ ചെങ്ങന്നൂർ തഹസീൽദാറായിരുന്ന, മദ്രാസിലൊക്കെ പോയി പഠിച്ച് ഉന്നതമായ ബിരുദമൊക്കെ കൈവശമാക്കി ഇംഗ്ലീഷിലും മലയാളത്തിലും സംസ്കൃതത്തിലും ആഴമുള്ള പാണ്ഡിത്യമുണ്ടായിരുന്ന ഒറ്റപ്പാലം ചുങ്കത്ത് ചാത്തുമേനോൻ എന്ന വളരെ പണ്ഡിതനായൊരു മനുഷ്യനെക്കുറിച്ച് കേൾക്കുകയും, ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ CMS മിഷണറിമാർ അദ്ദേഹത്തെ സമീപിച്ച് ഈ ഉദ്യമം ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. 1817 ഈ തർജ്ജമ ആരംഭിച്ച് 1819 ചാത്തുമേനോൻ്റെ നേതൃത്വത്തിൽ ഈ തർജ്ജമ പൂർത്തിയാക്കി. മറ്റൊരാളും കൂടിയുണ്ട്. ചാത്തുമേനോൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം ഒക്കെ കഴിഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ എത്തുമ്പോഴേക്കും ഒറ്റപ്പാലം ചുങ്കത്ത് ചാത്തുമേനോൻ കർത്താവായ യേശുവിനാൽ കീഴടക്കപ്പെട്ടു. ഈ ബൈബിൾ തർജ്ജമ പൂർത്തിയാകുന്നതിന് മുമ്പ് ബൈബിൾ തർജ്ജമയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിതനായ ചുങ്കത്ത് ചാത്തുമേനോൻ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച്, മാമോദീസ സ്വീകരിച്ച്, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും ജോസഫ് ഫെൻ എന്ന പേര് ചാത്തുമേനോൻ സ്വീകരിച്ച്, മാമോദീസ സ്വീകരിച്ച് ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമായി. ഇതാണ് അപ്പസ്തോലന്മാരുടെ കോൺഫിഡൻസ്.
ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു അക്രൈസ്തവന് സുവിശേഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. എനിക്കറിയാവുന്ന ഈശോയെ വളരെ ആഴത്തിൽ അനുഗമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ചില സഹോദരന്മാർ എല്ലാ ദിവസവും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13, 14, 15, 16, 17 അധ്യായങ്ങൾ വായിക്കാറുണ്ട്. ഇൻസീനു ജേസു എന്ന വൈദികർക്കും സന്യസ്തർക്കും സുപരിചിതമായൊരു ഗ്രന്ഥമുണ്ട്. അൽമായരും വായിക്കുന്നത് നല്ലതാണ്. ഒരു ബെനഡിക്റ്റൈൻ സന്യാസിക്ക് ഈശോ നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. ഈ അടുത്ത നാളുകൾ 2007 മുതലാണെന്ന് തോന്നുന്നു. ഒരു 4-5 കൊല്ലത്തേക്ക് ഈശോ കൊടുത്ത വെളിപ്പെടുത്തലുകളാണ് ആ പുസ്തകത്തിൻ്റെ പ്രമേയം. ഇൻസീനു ജേസു മനോഹരമായ ഗ്രന്ഥമാണ്. കർത്താവിൻ്റെ സ്വരം വളരെ കാലികമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിൽ പുരോഹിതന്മാരോട് ഈശോ പറയുന്നുണ്ട്, എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ എന്നെ തന്നെ ദിവ്യകാരുണ്യമായി ലോകത്തിന് സമർപ്പിച്ച ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾ പുരോഹിതന്മാർ യോഹന്നാൻ്റെ സുവിശേഷം 13, 14, 15, 16, 17 അധ്യായങ്ങളിൽ നിന്ന് വായിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് വൈകുന്നേരങ്ങളിൽ അച്ഛന്മാർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് ആരാധന നടത്തി നിങ്ങളതിനെ ഉചിതമായി ആചരിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം നിസ്തുലമായ ഒരു ദൈവാനുഭവം നമുക്ക് തരും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ അതിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. അപ്പോൾ ഈ ചാത്തുമേനോന് സംഭവിച്ചതാണ് യോഹന്നാൻ്റെ കോൺഫിഡൻസ്. അല്ലെങ്കിൽ യോഹന്നാൻ്റെ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ ചാത്തുമേനോനെ പോലെയുള്ള മനുഷ്യർ സംഭവിച്ചത്. കർത്താവ്, ഞാൻ ആ വാക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പോയ വാക്യങ്ങളാണെങ്കിലും അത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈശോയാൽ പിടിക്കപ്പെടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. യേശുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ യേശു സ്പർശിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ യേശു കീഴടക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. 4-ാമത്തെ വാക്യം, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞത് അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നില്ല. സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നില്ല. എന്താണ്? അന്തസ്സുള്ളൊരു യഹൂദൻ അങ്ങനെ കടന്നു പോവില്ല, കടന്നു പോകാൻ താല്പര്യമില്ല. അങ്ങനെ സമറിയായിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടി ഏതാണ്ട് 70 മൈൽ മാറിപ്പോകാൻ ഈ യഹൂദൻ ഇഷ്ടപ്പെട്ടിരുന്നു. സാധാരണ ഒരു യഹൂദൻ നോർമലി ജോർദാൻ ചുറ്റി സമറിയായുടെ കിഴക്ക് വശത്തൂടെ ഒരു വളഞ്ഞ ദീർഘമായ പാത തിരഞ്ഞെടുത്താണ് ഗലീലയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു സമറിയായിലൂടെ പോയിരുന്നില്ല. എന്തുകൊണ്ട്? അതിന് ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 70 മൈൽ മാറിയാണ് ഇവർ ഈ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, സമറിയായിലൂടെ പോകാതിരിക്കാൻ വേണ്ടി വളഞ്ഞ് എക്സ്ട്രാ മൈൽ യാത്ര ചെയ്തിരുന്നത്. അധിക ദൂരം യാത്ര ചെയ്താണ് ഗലീലയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണത്? BC 924 യഹൂദന്മാരുടെ ഇസ്രായേൽ എന്ന രാജ്യം 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. യഹൂദന്മാർക്ക് ദൈവം രൂപപ്പെടുത്തി കൊടുത്ത ആ ഇസ്രായേൽ എന്ന രാജ്യം അവിഭക്ത രാജ്യമായിരുന്നു, അൺഡിവൈഡഡ് കിങ്ഡം ആയിരുന്നു. അവിഭക്ത രാജ്യത്തെ ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് സാവൂൾ, ദാവീദ്, സോളമൻ എന്നീ രാജാക്കന്മാരായിരുന്നു. സാവൂളിൻ്റെയും ദാവീദിൻ്റെയും സോളമൻ്റെയും കാലത്ത് രാജ്യം ഒന്നായിരുന്നു, ഒറ്റ രാജ്യം ഇസ്രായേൽ. എന്നാൽ സോളമൻ്റെ മകനായിരുന്ന റെഹോബോവാമിൻ്റെ കാലത്ത് വടക്കൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഇസ്രായേലിലെ യാക്കോബിൻ്റെ സന്തതി പരമ്പരകളിലെ 12 ഗോത്രങ്ങളിലെ വടക്കൻ പ്രദേശത്ത് താമസിച്ചിരുന്ന 10 ഗോത്രങ്ങൾ ജെറുസലേമിലെ ആഡംബര കൊട്ടാരങ്ങൾക്ക് വേണ്ടിയും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും തങ്ങളെ അധികമായി നികുതി ചുമത്തി സോളമൻ പീഡിപ്പിച്ചു എന്ന പരാതിയുമായി സോളമൻ്റെ മകനായ റെഹോബോവാമിൻ്റെ അടുത്തെത്തുകയും നികുതി കുറച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വിവേകമില്ലാത്ത ചെറുപ്പക്കാരുടെ നിർദ്ദേശം സ്വീകരിച്ച് റെഹോബോവാം നികുതി കുറയ്ക്കുകയല്ല, മറിച്ച് നികുതി കൂട്ടി അവരുടെ കഴുത്തിലെ നുകത്തിൻ്റെ കട്ടി വർദ്ധിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ 10 ഗോത്രങ്ങൾ സോളമൻ്റെ കാലത്ത് ദേശത്ത് നിന്ന് പലായനം ചെയ്ത കലാപകാരിയായിരുന്ന ജെറോബോവാം എന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിൽ, കലാപകാരിയുടെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ ഒരു വേർപെട്ട മറ്റൊരു രാജ്യം രൂപീകരിച്ചു. അങ്ങനെ ഇസ്രായേൽ എന്ന ദൈവം തിരഞ്ഞെടുത്ത യഹൂദൻ്റെ രാജ്യം 2ആയി മാറി.
പിരിഞ്ഞുപോയ, സെപ്പറേറ്റഡായി പോയ, ഡിവൈഡഡായി പോയ 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേര് സ്വീകരിച്ചു. പിരിഞ്ഞു പോകാത്ത 2 ഗോത്രങ്ങൾ യൂദയ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ. യൂദയ എന്ന പേരിൽ ദൈവത്തിൻ്റെ വഴികളെയും രാജപരമ്പരയുടെ കണ്ണിമുറിയാതെയും ദൈവത്തിൻ്റെ വഴികളെ സ്വീകരിച്ച് അവർ യൂദയ എന്ന രാജ്യമായി അവശേഷിച്ചു. ഇപ്പോൾ യഹൂദന് 2 രാജ്യങ്ങളാണുള്ളത്. 10 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേൽ എന്ന രാജ്യം, 2 ഗോത്രങ്ങൾ ചേർന്ന യൂദയ എന്ന രാജ്യം. BC 924. അങ്ങനെ ജെറോബോവാമിൻ്റെ നേതൃത്വത്തിൽ വേറെ പിരിഞ്ഞു പോയ 10 ഗോത്രങ്ങളെ പിന്നീട് നമ്മൾ കാണുന്നത് അസീറിയ രാജാവ് BC 721 ഈ 10 ഗോത്രങ്ങളെ ആക്രമിക്കുകയും അവരെ എല്ലാവരെയും നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ 10 ഗോത്രങ്ങളെ നാമാവശേഷമാക്കി നാട് കടത്തി. അവരെക്കുറിച്ച് ഇന്ന് നമ്മൾ അന്വേഷിച്ചാൽ യഹൂദൻ പറയുന്നത് ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ടു പോയ നാമാവശേഷമായി പോയ 10 ഗോത്രങ്ങൾ. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. അതായത് ഈ 10 ഗോത്രങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ അസീറിയ രാജാവ് നാട് കടത്തി ഇവരെ ദേശത്ത് നിന്ന് നാട് കടത്തി മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറച്ചാളുകൾ ഈ രാജാവിൻ്റെ കണ്ണിൽപ്പെടാതെ മറവിടങ്ങളിലും ഒളിയിടങ്ങളിലും അവശേഷിക്കുകയും അവർ ഈ വടക്കൻ പ്രദേശത്ത് 10 ഗോത്രങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് കുറച്ചാളുകൾ, വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അവിടെ അവശേഷിക്കുകയും അവരവിടെ ജീവിക്കുകയും ചെയ്തു. അസീറിയക്കാർ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ 10 ഗോത്രങ്ങളെ നാട് കടത്തിയതിന് ശേഷം ഇസ്രായേലിൻ്റെ ഒഴിഞ്ഞു കിടന്ന മണ്ണിലേക്ക് 5 വംശങ്ങളിൽ നിന്ന് വിദേശീയരായ 5 ജനതകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഈ 5 നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നീട് നമുക്ക് ഈ അധ്യായത്തിൽ അത് ആവശ്യമായിട്ട് വരും. അതായത് സമരിയ പ്രദേശങ്ങളിൽ, വടക്കൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ അസീറിയ രാജാവ് 5 വിദേശ ജനതകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. 5 വിദേശ ജനതകളെ കൊണ്ടുവന്നു. ഇത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2 രാജാക്കന്മാർ 17-ാം അധ്യായം നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ പശ്ചാത്തലത്തിൽ 2 രാജാക്കന്മാർ 17-ാം അധ്യായം 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24. അസീറിയ രാജാവ്, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയിം. 5 ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയിം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമറിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമറിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു. ചരിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. BC 721 അസീറിയ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി ജനതയെ നാട് കടത്തിയപ്പോൾ ഒഴിഞ്ഞുകിടന്ന ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് 5 വിദേശ ജനതകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരുടെ പേരുകളാണ് ഈ പറയുന്നത്: ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയിം. ഈ ജനതകൾ വരിക മാത്രമല്ല ചെയ്തത്. 29-ാമത്തെ വാക്യം, 2 രാജാക്കന്മാർ 17-29. ഇതിലെ ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെയും കൊണ്ടുവന്ന് സമറിയാക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഈ 5 ജനതകൾ വന്നപ്പോൾ അവരുടെ ദേവന്മാരെയും കൊണ്ടുവന്നു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും, കൂത്ത് ദേശക്കാർ നെർഗാലിനെയും, ഹമാത്യർ അഷിമയെയും, ഔവാക്കാർ നിബ്ബാസ്, താർത്താക്ക് എന്നിവയെയും ഉണ്ടാക്കി. സെഫാർവയിംകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമലക്കിനും അനാമലക്കിനും സ്വന്തം മക്കളെ ആത്മാഹൂതി ചെയ്തു. നോക്കുക, അസീറിയക്കാർ കൊണ്ടുവന്ന് വിദേശ ജനതകളെ താമസിപ്പിച്ചപ്പോൾ ആ ജനത സമറിയാദേശങ്ങളിൽ താമസിക്കുക മാത്രമല്ല തങ്ങളുടെ ദേവന്മാരെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ വിഗ്രഹാരാധന പെരുകുകയും വിദേശ ജനതകൾ ദേശം കീഴടക്കുകയും ചെയ്തു. ഇനി കാലാന്തരത്തിൽ സംഭവിച്ചത്, അസീറിയ രാജാവിൻ്റെ കണ്ണിൽപ്പെടാതെ ദേശത്ത് 10 ഗോത്രങ്ങളിൽ നിന്ന് അവശേഷിച്ചിരുന്ന ജനതകൾ തങ്ങളുടെ മക്കൾ വളർന്നു വലുതായപ്പോൾ അവർക്ക് കല്യാണം കഴിപ്പിക്കാനായിട്ട് ആളുകളില്ലാതെ വന്നപ്പോൾ യൂദയാ പ്രദേശങ്ങളിലുള്ള തങ്ങളുടെ യഹൂദരായ സഹോദരന്മാരിൽ നിന്ന് വിവാഹബന്ധം സ്വീകരിക്കാതെ അവർ ഈ സമറിയാദേശങ്ങളിൽ അസീറിയ രാജാവ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന വിഗ്രഹാരാധകരായ 5 ജനതകളുടെ തലമുറകളിൽ നിന്ന് മക്കളെ സ്വീകരിച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ വിദേശ ജനതകളുമായി ഇടകലർന്ന്
യഹൂദൻ, ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന യഹൂദ ജനത അശുദ്ധമായി, അവരുടെ വംശീയ ശുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ വിദേശ ജനതകളുമായി ഇടകലർന്ന് യഹൂദർക്ക് ഉണ്ടായ തലമുറയുടെ പേരാണ് സമറിയാക്കാർ. അവർ ഒരു മിക്സഡ് ഗ്രൂപ്പാണ്, ഒരു സങ്കരജാതിയാണ്. വിദേശീയരും യഹൂദരും തമ്മിൽ ഇടകലർന്നുണ്ടായ സങ്കരജാതിയുടെ പേരാണ് സമറിയാക്കാർ. പക്ഷെ അപ്പോഴും അവർ അബ്രഹാമിക് ലീനിയേജ് അംഗീകരിച്ചിരുന്നു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് തങ്ങളെന്ന്, പ്രത്യേകിച്ച് ജോസഫിൻ്റെ പിന്തുടർച്ചക്കാരാണ് തങ്ങളെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, പഞ്ചഗ്രന്ഥികൾ അവർ തങ്ങളുടെ ദൈവവചനമായി സ്വീകരിച്ചിരുന്നു. അവർ സമരിയായിലുണ്ടായിരുന്ന ഗരിസീം മലയിൽ ദൈവത്തെ ആരാധിച്ചിരുന്നു. അവർ സമരിയായിലെ ഗരിസീം മലയിൽ മൃഗങ്ങളെ, യഹൂദന്മാർ ചെയ്തിരുന്നത് പോലെ തന്നെ മൃഗങ്ങളെ ബലികഴിച്ചാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത്. അബ്രഹാമിൻ്റെ ദൈവമാണ് തങ്ങളുടെ ദൈവമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ സമരിയാക്കാർ വിശ്വസിക്കുമ്പോഴും ഈ സങ്കരജാതിയോട് യഹൂദന് വിജാതീയരോടുള്ളതിനേക്കാൾ കൂടുതൽ വെറുപ്പായിരുന്നു. വിജാതീയരെ വെറുത്തിരുന്നതിനേക്കാൾ കൂടുതൽ സമറിയാക്കാരെ യഹൂദൻ വെറുത്തിരുന്നു. അപ്പോൾ മറ്റ് ജനതകളോടുള്ളതിനേക്കാളും വെറുപ്പാണ് സമറിയാക്കാരോട്. ഈ സങ്കരജാതിയോട് യഹൂദന് തീർത്താൽ തീരാത്ത വംശീയ വൈരമുണ്ടായിരുന്നു. യഹൂദന് സമറിയാക്കാരോട് മാത്രമല്ല, സമറിയാക്കാരന് യഹൂദനോടും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു യഹൂദൻ ജെറുസലേമിൽ ആരാധന കഴിഞ്ഞ് ഗലീലി പ്രദേശത്തേക്ക് സമറിയായിലൂടെ കടന്നുപോയാൽ സമറിയാക്കാർ അവരെ തടഞ്ഞിരുന്നു. ആ യാത്ര അവർ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ സമറിയായിലൂടെ പോകുമ്പോൾ യേശുവിനെ തടയുന്ന ആളുകളെ നോക്കി യോഹന്നാൻ പറയുന്നത്, ആകാശത്ത് നിന്ന് തീയിറങ്ങി ഞാനിവരെ നശിപ്പിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. അതായത് സമറിയാക്കാർ ആഗ്രഹിച്ചിരുന്നില്ല ഒരു യഹൂദൻ അതിലെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്തസ്സും ആഭിജാത്യവും ദൈവഭയവും മതബോധവുമുള്ള ഒരു ശരാശരി യഹൂദനും ആ വഴി കടന്നു പോകാറുണ്ടായിരുന്നില്ല. ആ സമറിയ വഴി ഒഴിവാക്കാൻ വേണ്ടി 70 മൈൽ എക്സ്ട്രാ യാത്ര ചെയ്ത്, അധിക ദൂരം യാത്ര ചെയ്ത് അവർ ഗലീലയിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ടാണ് 4:4 നമ്മൾ വായിക്കുന്നത് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്ന് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പോകേണ്ടിയിരുന്നില്ല, പോകാറുണ്ടായിരുന്നില്ല, പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പോകുന്നത് പതിവായിരുന്നില്ല. എന്നാൽ ഇവിടെ ഒരു വാക്യം നമ്മൾ വായിക്കുകയാണ്, അവന് പോകേണ്ടിയിരുന്നു. അപ്പോൾ ഇതൊരു ജിയോഗ്രഫിക്കൽ നെസസിറ്റി അല്ല, ഭൂമിശാസ്ത്രപരമായോ പ്രായോഗികമായോ ഒരു യഹൂദൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു അത്യാവശ്യമോ അടിയന്തരതയോ ആയിരുന്നില്ല അതുവഴി പോകേണ്ടിയിരുന്നത്. പക്ഷേ യേശു അതുവഴി പോകേണ്ടിയിരുന്നു. അതൊരു ഡിവൈൻ നെസസിറ്റി ആയിരുന്നു, അതൊരു ദൈവികമായ അടിയന്തരതയായിരുന്നു, അതൊരു ഇവാഞ്ചലിക്കൽ നെസസിറ്റി ആയിരുന്നു, അതൊരു സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട അടിയന്തരതയായിരുന്നു. യേശു അതിലേക്ക് പോകേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ആത്മാക്കളെ ചൊല്ലിയുള്ള ദൈവത്തിൻ്റെ ഭാരത്തിൻ്റെ ഭാഗമായിരുന്നു. നടന്ന് പരിചയിച്ച വഴികളിൽ നിന്ന് വ്യത്യസ്തമായ ചില വഴികൾ തിരഞ്ഞെടുക്കാൻ ദൈവം ചിലരെ പ്രേരിപ്പിക്കുന്നത് ചില ആത്മാക്കളെ രക്ഷിക്കാനാണ് എന്ന സൂചനയാണ് ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. ആ വഴി നട്ടുച്ചയ്ക്ക് കിണറ്റിൻകരയിൽ എത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും അവൾ വഴി മുറിഞ്ഞുപോയ, തകർന്നുപോയ, വംശീയ ശുദ്ധി നഷ്ടപ്പെട്ട് നിരാലംബരായി നിരാധാരരാക്കപ്പെട്ട ഒരു ജനതയും വീണ്ടെടുക്കാൻ യേശു അതുവഴി കടന്നു പോകേണ്ടിയിരുന്നു. ദാറ്റ് വാസ് എ ഡിവൈൻ നെസസിറ്റി. അത് ആത്മാക്കളെ പ്രതി യേശു എടുത്ത ഒരു ഭാരമായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഈ സമറിയായിലൂടെ കടന്നു പോകാൻ യേശു നടന്ന നടപ്പ് ദൂരം 3 ദിവസത്തെ യാത്രാ ദൂരമെന്നാണ് ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നത് ഒരു 10-48 മണിക്കൂർ കൊണ്ട് ഈശോ വന്നിട്ടുണ്ടാവുമെന്നാണ്. എന്നാൽ കൂടുതൽ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, അതായത് 3 ദിവസം ദീർഘമായ ഒരു യാത്ര നടന്നിട്ടാണ് യേശു ഈ കിണറ്റിൻകരയിൽ എത്തുന്നത്. കൂടുതൽ നമുക്ക് പിന്നീട് അടുത്തുള്ള എപ്പിസോഡിൽ കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെവിടെയായിരുന്നാലും ഈ വചനം കേട്ടിരുന്ന് ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലെ രാജാവായി വാഴുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.